ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ജോലിക്ക് പോകാനായി തുടങ്ങിയ നിധിക്ക് സർപ്രൈസ് ആയിട്ട് സുധീഷ് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. സ്കൂട്ടർ കണ്ട് നിധി സന്തോഷിക്കുന്നുവെങ്കിലും നിധിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല. സ്കൂട്ടർ മാത്രമല്ല, ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത നിധി സ്കൂട്ടർ എങ്ങനെ ഓടിക്കുമെന്ന് ആലോചിച്ച് വിഷമിച്ചു നിൽക്കുമ്പോൾ സുധീഷ് നിധിയെ പരിഹസിക്കുകയാണ്. സുധീഷിന്റെ പരിഹാസം കേട്ട് നിധി നികേഷിനോട് തന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ സുധീഷ് വരുന്നുവെങ്കിലും എന്നെ നികേഷ് പഠിപ്പിച്ചാൽ മതിയെന്ന് നിധി പറയുകയാണ്. ഇത് കേട്ട് നികേഷ് സുധീഷിന്റെ കയ്യിൽ നിന്നും സ്കൂട്ടറിന്റെ കീയും വാങ്ങി നിധിയെയും കൂട്ടി ഒരു ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. സുധീഷ് തലയിൽ കൈവച്ച് വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് നിധിയെയും കൂട്ടി ഗ്രൗണ്ടിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഈ സ്ഥലം ഓക്കെ അല്ലേ? ചുറ്റും നോക്കി നിധി പറയുന്നു, ഓക്കെയാടാ നികേഷ്. നികേഷ് പറയുകയാണ്, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഏട്ടത്തി വണ്ടി ഓടിക്കാൻ പഠിക്കും. ഇത് കേട്ട് നിധി പറയുകയാണ്, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ ഒറ്റ ദിവസം കൊണ്ട് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നത്? നികേഷ് ചോദിക്കണ, അതെങ്ങനെ ഏട്ടത്തി? സൈക്കിൾ ഓടിക്കാൻ പോലും ഏട്ടത്തി പഠിച്ചില്ലേ? ഏട്ടത്തിക്കൊരു ഏട്ടനില്ലേ? ഏട്ടത്തിയെ സൈക്കിൾ ഓടിപ്പിക്കാൻ പഠിപ്പിച്ചില്ലേ? അതോ ഏട്ടനും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലേ? നിധി പറയുന്നു, എന്റെ ഏട്ടൻ സൈക്കിള്, സ്കൂട്ടർ, കാറ് എല്ലാ വണ്ടികളും നന്നായി ഓടിക്കും. എന്നെ മാത്രം ഒന്നും പഠിപ്പിച്ചില്ല. എവിടെ പോയാലും കാറിൽ പോണം, കാറിൽ തിരിച്ചു വരണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും സൈക്കിളിൽ പോകുമായിരുന്നു. അത് കണ്ട് എനിക്കും സൈക്കിളിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സൈക്കിളിൽ പോണമെന്ന് പറഞ്ഞ് ഞാൻ സൈക്കിള് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവരാരും അത് ശ്രദ്ധിച്ചതുപോലുമില്ല. ഞാൻ നിർബന്ധം പിടിക്കുമ്പോൾ അവർ പറയും, വീട്ടിൽ കാറുണ്ടല്ലോ, പിന്നെന്തിനാ സൈക്കിളെന്ന്. നികേഷ് പറയുകയാണ്, ഏട്ടത്തി അത് വിട്. സുധീഷ് ഏട്ടൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തി എന്താ വേണ്ടാന്ന് പറഞ്ഞത്? സുധീഷ് ഏട്ടൻ നന്നായി പഠിപ്പിച്ചു തന്നേനെ. സുധീഷ് ഏട്ടനാ എന്നെയും ഹരീഷ് ഏട്ടനെ എല്ലാം വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്. എന്തിന്? സുഭാഷ് ഏട്ടനെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ചതും സുധീഷ് ഏട്ടനാ. സുധീഷ് ഏട്ടനായിരുന്നു പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഏട്ടത്തിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയേനെ. നിധി പറയുകയാണ്, അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നിന്റെ ഏട്ടൻ എന്നെ ഒരുപാട് കളിയാക്കും. ഇപ്പൊ കൂടി കണ്ടില്ലേ, വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ച് എന്നെ പരിഹസിക്കുന്നത്. സുധീഷാണ് എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നതെങ്കിൽ എന്നെ കളിയാക്കി എന്റെ ഉള്ള കോൺഫിഡൻസും കൂടി ഇല്ലാതാക്കും. കുറച്ച് ദിവസം എടുത്ത് പഠിച്ചാലും ശരി, നീ എന്നെ പഠിപ്പിച്ചാ മതി. നികേഷ് പറയുന്നു, ശരി ഏട്ടത്തി, വാ വണ്ടി കയറിയിരിക്കുക. നിധി ചോദിക്കുന്നു, വണ്ടി കയറി ഇരിക്കാനോ? എനിക്ക് പേടിയാടാ. നികേഷ് പറയുന്നു, ഏട്ടത്തി പറയുന്ന കേക്ക്, വണ്ടി കയറി ഇരിക്ക്. നിധി പറയുകയാണ്, ശരി, നീ ആദ്യം വണ്ടി ഓടിക്ക്, ഞാൻ പിന്നിലിരിക്കാം. നീ എങ്ങനെ ഓടിക്കുന്നതെന്ന് ഞാൻ പിന്നിലിരുന്ന് കാണാം, അത് കഴിഞ്ഞ് ഞാൻ ഓടിക്കാം. നികേഷ് പറയുകയാണ്, ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനല്ലേ ഏട്ടത്തി വണ്ടി ഓടിച്ചത്? ഏട്ടത്തി പിന്നിലിരിപ്പും ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ലേ? നിധി പറയുന്നു, ഇപ്പൊ നീ ഓടിക്കടാ, ഞാൻ ശ്രദ്ധിച്ചു നോക്കാം. ശരിയെന്ന് പറഞ്ഞ് നികേഷ് വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ നിധി പിന്നിലേക്ക് കയറിയിരിക്കുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി ശ്രദ്ധിച്ചോണം, ഞാൻ എപ്പോഴാണ് ആക്സിലേറ്റർ കൊടുക്കുന്നത്, ബ്രേക്ക് കൊടുക്കുന്നതെന്നൊക്കെ. അങ്ങനെ നികേഷ് വണ്ടി ഓടിച്ചു കാണിക്കുകയാണ്. തുടർന്ന് നികേഷ് പറയുന്നു, ഇനി ഏട്ടത്തി ഓടിക്ക്. നിധി ഭയന്ന് നിൽക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഇങ്ങനെ ഭയന്നാ പഠിക്കാൻ പറ്റില്ല കേട്ടോ ഏട്ടത്തി. ഏട്ടത്തി കയറിയിരിക്കുക, ഞാൻ പറഞ്ഞു തരാം. നിധി ടെൻഷനോടുകൂടി സ്കൂട്ടറിലേക്ക് കയറി ഇരിക്കുകയാണ്. നികേഷ് എങ്ങനെയാണ് സ്കൂട്ടർ ഓടിക്കുന്നതെന്ന് നിധിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം നികേഷ് പറയുന്നു, ഇനി പതിയെ ഓടിക്കില്ലേ? നിധി പറയുകയാണ്, നീ എന്റെ പിന്നിലിരിക്കില്ലേ? നികേഷ് പറയുന്നു, ശരി, ഞാൻ ഇരിക്കാം. നീ കയറി ഇരിക്കുന്ന നിധി പറയുമ്പോൾ നികേഷ് നിധിയുടെ പിന്നിലേക്ക് കയറി ഇരിക്കുകയാണ്. ആക്സിലേറ്റർ പതിയെ കൊടുക്കാനായി നികേഷ് പറയുമ്പോൾ നിധി പതിയെ ആക്സിലേറ്റർ കൊടുക്കുകയാണ്. സ്കൂട്ടർ മൂവ് ആവുമ്പോൾ നിധി ഭയത്തോടുകൂടി നികേഷിനെ നോക്കുന്നു. നികേഷ് പറയുന്നു, പേടിക്കണ്ട, ഞാൻ പിന്നിൽ തന്നെ ഇരിപ്പില്ലേ, ഞാൻ കാല് താഴെ വെച്ച് ബാലൻസ് ചെയ്തോളാം. അങ്ങനെ നികേഷ് നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. തുടർന്ന് നിധി നികേഷിനെ കാണാതെ ടെൻഷനോടുകൂടി വഴിയിലേക്ക് നോക്കി നിൽക്കുകയാണ് സുധീഷ്. കുറച്ചപ്പുറത്തായിരിക്കുന്ന ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭാസ്കരൻ വീടി വലിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇവിടെ ഇരുന്ന് വീടി വലിക്കില്ലെന്ന് നിധി പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ ഇവിടെ ഇരുന്ന് വീടി വലിക്കുന്നത്? നീ പോടാതാ. ഭാസ്കരൻ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇപ്പം വീടി വലിക്കുന്നവർക്കല്ല, അവരുടെ ചുറ്റുമുള്ളവർക്കാ ക്യാൻസർ ഉണ്ടാകുന്നത്. ഭാസ്കരൻ ചോദിക്കണ്ട, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? കുറച്ചങ്ങോട്ട് മാറി നിൽക്കണ്ടേ? സുധീഷ് പറയുന്നു, നിങ്ങൾ വീടി വലിക്കുമ്പോൾ ഈ വീട് മുഴുവൻ നാറുക. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നീ എന്തിനാ വേറെ ആരോടോ ഉള്ള ദേഷ്യം എന്റെ അടുത്ത് തീർക്കുന്നത്? സുധീഷ് പറയുകയാണ്, എനിക്കെന്ത് ദേഷ്യം? വീടി വലിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വീടി വലിക്കുന്ന നിങ്ങളോടല്ലേ പറയേണ്ടത്, റോഡിൽ കൂടെ പോകുന്നവനോട് പറയാൻ പറ്റില്ലല്ലോ. ഭാസ്കരൻ പറയുകയാണ്, എടാ എനിക്കെന്താ ഒന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നീ അവൾക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു, അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവളോട് കൂടുതൽ അടുക്കാമെന്ന് നീ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അതിന്റെ വിഷമവും ദേഷ്യവും അല്ലേ നിനക്ക്? ഒന്ന് മിണ്ടാതിരിക്കാൻ സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൂട്ടിക്കൊണ്ടുവന്നു, അവള് നിന്റെ ഭാര്യയായിട്ടാണോ ഈ വീട്ടിൽ കഴിയുന്നത്? നിന്റെ സഹോദരിയായിട്ടല്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി വിരൽ ചൂണ്ടി സുധീഷ് പറയുകയാണ്, നോക്ക്, മിണ്ടാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കാണ്, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്റെ ചേട്ടനെ അവളെ എങ്ങനെയാ വിളിക്കുന്നത്? സുഭാഷേട്ടാ സുഭാഷേട്ടാന്നല്ലേ? അതിന്റെ
അർത്ഥം എന്താടാ? നീയും അവൾക്ക് ചേട്ടനാണെന്നല്ലേ? സുധീഷ് പറയുകയാണ്, അവള് സുഭാഷ് ഏട്ടനെ ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് പോലെ സുഭാഷ് ഏട്ടാന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളുടെ സഹോദരനാകുമോ? ചുമ്മാ ഭ്രാന്ത് പറയല്ലേ? ഭാസ്കരൻ പറയുകയാണ്, നീ നോക്കിക്കോ, അധികം വൈകാതെ അവള് നിന്നെ സഹോദരന്റെ സ്ഥാനത്ത് കാണാൻ തുടങ്ങും. അവള് നിന്നെയും സുധീഷ് ഏട്ടാന്ന് വിളിക്കും. സുധീഷ് പറയുകയാണ്, ഞാൻ നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ആവശ്യമില്ലാതെ എന്റെ ദേഷ്യം കൂട്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ. അങ്ങനെ സുധീഷ് ഒരു കല്ലെടുത്ത് ഭാസ്കരനെ എറിയാനായി തുടങ്ങിക്കൊണ്ട് പറയുന്നു, ഈ കല്ലെറിഞ്ഞ് നിങ്ങളെ ഞാൻ കൊല്ലും. ഭാസ്കരൻ പറയുകയാണ്, നിനക്ക് എന്താടാ വട്ടായോ? ഞാൻ എന്താ പറയുന്നത്, നീ എന്താ കേൾക്കുന്നത്? സുധീഷ് കല്ല് വലിച്ചെറിയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എടാ, കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ മാത്രം പോരടാ, അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? ഇങ്ങനെ അകന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അവള് നിന്നെ സുധീഷേട്ടാന്ന് വിളിക്കും, അത് ഉറപ്പാ. എടാ, നീ അല്ലേ അവളെ ഭാര്യയായിട്ട് കാണുന്നത്, അവള് നിന്നെ ഭർത്താവായി കാണുന്നില്ലടാ. അധികം വൈകാതെ ഇവരെല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം നടത്തും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി കല്ലെടുത്ത് സുധീഷ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ, ഈ കല്ല് നിങ്ങളുടെ തലയിലേക്കിട്ട് കൊന്നുകളയും ഞാൻ. മിണ്ടാതിരിക്കണം, ഇനി നിങ്ങള് ഒരക്ഷരം വേണ്ടി പോകരുത്. ഭാസ്കരൻ പറയുന്നു, എടാ, നാളെ നിന്റെ ജീവിതത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഒരു ദീർഘവീക്ഷണം വേണ്ടടാ. ഞാൻ സ്നേഹം കൊണ്ടാ പറഞ്ഞത്. നീ അവളെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഒരു 4 മാസമായില്ലേ? എന്ത് മാറ്റം ഇവിടെ ഉണ്ടായത്? ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. അവള് നിന്നെ ഭർത്താവായി അംഗീകരിച്ചോ? ഇല്ലല്ലോ. സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ ഒരു അച്ഛനാണോ? ഇങ്ങനാണോ മകനോട് സംസാരിക്കേണ്ടത്? ഭാസ്കരൻ പറയുകയാണ്, ഒരു മകൻ ബുദ്ധി ഇല്ലാത്തവനെ പോലെ അലങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരച്ഛന് ഇങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റൂ? നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് 4 മാസമായില്ലേ? ഇവിടെ എന്തുണ്ടായി? എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഒരു വണ്ടി വാങ്ങിച്ചോണ്ട് വന്ന് കൊടുത്തു. ആ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണമെന്ന് നീ ആഗ്രഹിച്ചു. അതിനായി നീ ശ്രമിക്കുകയും ചെയ്തു. അത് നടന്നില്ല. എടാ, അവളുടെ കഴുത്തിൽ നീ താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്നതാ. അവള് നിന്റെ ഭാര്യയാടാ. അതുപോലും നീ മറന്നു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കണം. സുധീഷ് പറയുകയാണ്, എല്ലാം എനിക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ദേഷ്യത്തിന് മാത്രം ഒരു കുറവുമില്ല. തുടർന്ന് സുധീഷ് ദേഷ്യത്തോടു കൂടി ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അവിടെ നികേഷ് നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. സുധീഷ് മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കാണ്, സുധീഷ് ഏട്ടനായിരുന്നോ? ഏട്ടത്തി പേടിച്ചുപോയി. ഇങ്ങനെ വന്ന് മുന്നിൽ നിൽക്കാമോ? സുധീഷ് ചോദിക്കാണ്, വണ്ടി ആടുകയാണല്ലോ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത്? നികേഷ് പറയുകയാണ്, ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ സുധീഷ് ഏട്ടാ, പതിയെ പതിയെ ഏട്ടത്തിക്ക് ബാലൻസ് വരും. സുധീഷ് ചോദിക്കുന്നു, ഞാൻ പഠിപ്പിക്കട്ടെ? നികേഷ് പറയുകയാണ്, പഠിപ്പിക്ക്, അത് നല്ല കാര്യമല്ലേ? സുധീഷ് പറയുകയാണ്, നിധി, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. ഇവർക്കൊക്കെ ഞാനാ പഠിപ്പിച്ചു കൊടുത്തത്. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, ആ ഹിസ്റ്ററി എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് ഹരീഷ് ഏട്ടന് സുഭാഷ് ഏട്ടനെ എല്ലാം സുധീഷ് ഏട്ടനാണ് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞായിരുന്നു. സുധീഷ് പറയുകയാണ്, നിധി ഇത് കേട്ടില്ലേ? പിന്നെന്താ? നികേഷ്, നീ ഇറങ്ങ്, ഞാൻ പഠിപ്പിക്കാം. ഇവൻ നിധിയെ പഠിപ്പിച്ചാൽ അടുത്ത കാലത്തൊന്നും നിധി പഠിക്കില്ല. ഇറങ്ങടാ. ഇത് കേട്ട് നികേഷ് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിധി ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ച് നിധിയുടെ ഒപ്പം സ്കൂട്ടറിന്റെ പിന്നിലേക്ക് കയറുകയാണ് സുധീഷ്. നികേഷ് പുഞ്ചിരിച്ച് തലയാട്ടുന്നു. നിധി ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി, ആ ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് തന്റെ കൈ വെച്ച് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ബ്രേക്കിനെ കുറിച്ചും ആക്സിലേറ്ററിനെ കുറിച്ചും ഒക്കെ പറയുകയാണ് സുധീഷ്. ഓക്കെ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇതില് കൂടുതലായി പഠിക്കാനൊന്നുമില്ല. ആദ്യം ഞാൻ നിധിക്ക് എങ്ങനെ വണ്ടി ഓടിക്കണ്ടേന്ന് കാണിച്ചു തരാം. എങ്ങനെ ആക്സിലേറ്റർ കൊടുക്കണം, എങ്ങനെ ബ്രേക്ക് കൊടുക്കണം എന്നൊക്കെ എന്റെ പിന്നിലിരുന്ന് ശ്രദ്ധിക്കുമോ? ഓക്കെ എന്ന് പറഞ്ഞ നിധി സുധീഷിന്റെ പിന്നിലേക്ക് കയറുകയാണ്. സുധീഷ് പറയുന്നു, സൂക്ഷിച്ച് വീടും, എന്റെ ഷോൾഡറിൽ കൈവച്ചോ. നിധി സുധീഷിന്റെ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, പോകാം, ഇപ്പം സ്ലോ ആയിട്ട് പോകാം. അങ്ങനെ അവർ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ നികേഷ് ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഇത്രേ ഉള്ളൂ, നിധി വന്ന് കയറ്, ഒരു റൗണ്ട് തനിച്ചു പോയിട്ട് വാ, കാണട്ടെ. സ്കൂട്ടറിൽ നിന്നിറങ്ങി നിധി പറയുകയാണ്, അയ്യോ തനിച്ചോ? എനിക്ക് തനിച്ചൊന്നും ഓടിക്കാൻ പറ്റില്ല. സുധീഷ് പറയുകയാണ്, അങ്ങനെ ഓടിച്ചു പഠിച്ചാലേ പെട്ടെന്ന് പഠിക്കാൻ പറ്റൂ. നിധി കയറിയിരിക്കെ, നോക്കട്ടെ എങ്ങനെയാ ഓടിക്കുന്നതെന്ന്. നിധി നികേഷിനെ നോക്കുമ്പോൾ നികേഷ് വണ്ടിയിലേക്ക് കയറിയിരിക്കാനായി കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. ആക്സിലേറ്റർ എങ്ങനെ ഉപയോഗിക്കണ്ടേ, ബ്രേക്ക് എങ്ങനെ ഉപയോഗിക്കണ്ടേന്നൊക്കെ സുധീഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് അതൊക്കെ അറിയാം സുധീഷ് ഏട്ടാ, ഏട്ടത്തിക്ക് പേടിയാണ്. ഏട്ടത്തി വണ്ടിയിലേക്ക് കയറി ഇരിക്കുന്ന നികേഷ് പറയുമ്പോൾ സുധീഷ് ഓർക്കുകയാണ് ഭാസ്കരന്റെ വാക്കുകൾ. നീ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ പെണ്ണ് നിന്റെ ഭാര്യയായിട്ടാണോ ഈ വീട്ടിൽ കഴിയുന്നത്? അധികം വൈകാതെ അവള് നിന്നെ സഹോദരന്റെ സ്ഥാനത്ത് കണ്ട് സുധീഷ് ഏട്ടാന്ന് വിളിക്കും. തുടർന്ന് ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, നിധി ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചോ, പതിയെ ആക്സിലേറ്റർ കൊടുക്ക്. നിധി ആക്സിലേറ്റർ കൊടുക്കുന്നതും സ്കൂട്ടർ അങ്ങ് പോവുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുധീഷും നികേഷും. നിധി സ്കൂട്ടറിൽ നിന്നും താഴേക്ക് വീഴുന്നു. നിധി ഉറക്കെ വിളിച്ച് സുധീഷ് അരികിലേക്ക് ഓടി പോകുമ്പോൾ ഭയത്തോടുകൂടി ഏട്ടത്തിന്ന് വിളിച്ച് നികേഷും പിന്നാലെ ഓടി പോവുകയാണ്. നിധിയുടെ അരികിലേക്ക് ഓടിച്ചെന്നവർ നിധി എഴുന്നേൽക്കെന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുകയാണ്. നിധി പതിയെ എഴുന്നേൽക്കുകയാണ്. സുധീഷ് പറയുന്നു, നിധി ബ്രേക്ക് പിടിക്കണ്ടായിരുന്നോ? നികേഷ് ചോദിക്കുകയാണ്, സുധീഷ് എന്നെ എന്തായി ചെയ്തത്? ഏടത്തി പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. നിധി പറയുന്നു, ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സുധീഷ് എന്നെ പഠിപ്പിക്കണ്ടെന്ന്. സുധീഷിന് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ എനിക്കറിയില്ല. സുധീഷ് പറയുന്നു,
പറയുന്നു, സോറി നിധി, സത്യമായിട്ടും ഇങ്ങനെ ചെന്ന് വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വണ്ടി കൺട്രോൾ ചെയ്യുമെന്ന് വിചാരിച്ചു. സോറി നിധി. നിധി പറയുകയാണ്, മതി സുധീഷ് എന്നെ ഇനിയും വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണ്ട, നികേഷ് പഠിപ്പിച്ചാ മതി. നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഞാൻ തന്നെ പഠിപ്പിച്ചോളാം. സുധീഷ് പറയുകയാണ്, ഞാൻ വേണോന്ന് കരുതി ചെയ്തതല്ല നിധി, കൺട്രോൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. നിധി പറയുകയാണ്, നികേഷ് സുധീഷ് പറയുന്നത് കേട്ടില്ലേ, എനിക്ക് പതിയല്ലേ പഠിക്കാൻ പറ്റൂ. സുധീഷ് പോ, നികേഷ് എന്നെ പഠിപ്പിച്ചോളൂ. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, നികേഷ് ഞാൻ വീട്ടിൽ പോവാ, ഏട്ടത്തി ഞാനും വരാന്ന് പറഞ്ഞ് സ്കൂട്ടറുമായി നിധിയുടെ ഒപ്പം നികേഷും പോവുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി കൈക്ക് വേദനയുണ്ടോ? നിധി പറയുകയാണ്, വേദനയല്ലടാ, നീറുന്നുണ്ട്. അരികിലേക്ക് ഓടി വന്ന് സുധീഷ് ചോദിക്കുകയാണ്, നിധി ഡോക്ടറെ അടുത്ത് പോണോ? അതൊന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ബ്ലഡ് വരുന്നുണ്ട്, സോറി നിധി. നിധി പറയുകയാണ്, സുധീഷിന്റെ സോറി എനിക്ക് വേണ്ട. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധി അറിയാതെ പറ്റിപ്പോയതല്ലേ. സുധീഷിനെ തിരിഞ്ഞു നോക്കാതെ നിധി നികേഷിന്റെ ഒപ്പം പോവുകയാണ്. തുടരുന്ന വീട്ടിലേക്ക് വരുന്ന നിധി ചോദിക്കുകയാണ്, നികേഷ് സ്കൂട്ടർ ഓടിക്കാൻ ഇത്രയും പാടാണോ? നികേഷ് ചോദിക്കുകയാണ്, ഏട്ടത്തിക്ക് കൈക്ക് നല്ല വേദനയുണ്ടല്ലേ. സുധീഷ് വിഷമത്തോടുകൂടി അവരുടെ പിന്നാലെ വരികയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ ടെൻഷനോടുകൂടി നിധിയെ ശ്രദ്ധിക്കുകയാണ്. അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ എന്തു പറ്റി? കയ്യിലൊക്കെ ബ്ലഡ് ഉണ്ടല്ലോ, വീണോ? നിധി പറയുകയാണ്, താഴെ വീണു. ഭാസ്കരൻ പറയുകയാണ്, ഓ അത് സാരമില്ല, വണ്ടി ഓടിക്കാൻ പഠിക്കണമെങ്കിൽ ഇടയ്ക്ക് താഴെയൊക്കെ വീഴണം, എങ്കിലേ പെട്ടെന്ന് പഠിക്കാൻ പറ്റൂ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ പറയുന്നു, മരുന്ന് തേച്ചു കൊടുക്ക്. സുധീഷ് ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെയും നികേഷിന്റെയും പിന്നാലെ പോവുകയാണ്. കണ്ടു തള്ളി ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? അവൻ നോക്കുന്നത് കണ്ടാ തോന്നും മോളെ ഞാൻ പിടിച്ച് തെള്ളിയിട്ടതെന്ന്. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, അയ്യോ മോളെ എന്താ പറ്റിയത്? നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ തള്ളിയിട്ടതാ. സുധീഷ് ചോദിക്കുന്നു, ഞാനോ? നീ എന്താടാ ഈ പറയുന്നത്? നിധി പറയുകയാണ്, അതല്ല, വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ താഴെ വീണതാ. നികേഷ് പറയുന്നു, ഞാൻ മര്യാദയ്ക്ക് പഠിപ്പിക്കുകയായിരുന്നു സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ ആവശ്യമില്ലാതെ അവിടെ വന്ന് ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഏട്ടത്തെ തള്ളിയിട്ടു. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ തള്ളിയിട്ടതൊന്നുമല്ല, നിധി താഴെ വീണതാ. നിധി പറയുകയാണ്, ഹലോ, ഞാൻ സുധീഷിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സുധീഷ് എന്നെ കുറ്റക്കാരിയാക്കുകയാണോ? സുധീഷ് അല്ലേ ആക്സിലേറ്റർ കൊടുത്ത് എന്നെ തള്ളിയിട്ടത്? സുഭാഷ് ചോദിക്കുന്നു, നിന്നോട് ആരാടാ അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? നികേഷ് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കില്ലായിരുന്നോ? സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ വണ്ടി ഓടിക്കുമ്പോൾ താഴെ വീഴാതെ എങ്ങനെ പഠിക്കാൻ പറ്റും? സുഭാഷ് ഏട്ടൻ എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ എത്ര തവണ താഴെ വീണു, അന്നൊന്നും ഇത്ര സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. സുഭാഷ് പറയുകയാണ്, നീ നിധി ഒന്നാണോടാ? ഇത് കേട്ട് തലയാട്ടി സുധീഷ് പറയുകയാണ്, അത് ശരിയാ, നിധി താഴെ വീണാൽ റെഡ് കളറില് ചോര വരും, ഞങ്ങള് താഴെ വീണാൽ പച്ച കളറിൽ രക്തം വരും, ഞങ്ങള് വേറെയാ. സുഭാഷ് പറയുന്നു, നീ പോടാ മോൾ, അവന്റെ അടുത്തൊന്നും പഠിക്കണ്ട, ഒന്നുകിൽ നികേഷ് പഠിപ്പിക്കും അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. സുധീഷ് പറയുകയാണ്, എല്ലാവരും കുറച്ച് ഓവർ ആകുന്നുണ്ട്, ഞാൻ നിധിയെ പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? നിധി പറയുകയാണ്, മതി മതി, ഇനി ഇതിന്റെ പേരിൽ വഴക്ക് കൂടണ്ട. സുഭാഷ് പറയുകയാണ്, നിധി നീ കൈ നന്നായി കഴുകിയിട്ട് വാ, ഞാൻ ഓയിൽമെന്റ് എടുത്തോണ്ട് വരാം. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, സോറി നിധി. സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി അകത്തേക്ക് പോകുന്നു. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രം. തുടർന്ന് സുധീഷ് ടെൻഷനോടുകൂടി പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ സുധീഷിനെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഭാസ്കരൻ. അരികിലേക്ക് ചെന്ന് സുധീഷ് ചോദിക്കുന്നു, നീതി താഴെ വീണേനാണോ എങ്ങനെ ചിരിക്കുന്നത്? നിങ്ങൾ കാരണോ നീതി താഴെ വീണത്? ഭാസ്കരൻ പറയുകയാണ്, നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാനാണ് അവളെ തള്ളിയിട്ടതെന്ന്. നീ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കട്ടെ എന്ന് കരുതി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നീ ഇങ്ങനെയാണെങ്കിൽ ഒരു നല്ല കാര്യവും നിന്റെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങളുടെ വാക്ക് കേട്ട് എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധിയുടെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുത്ത് സുഭാഷ് പറയുകയാണ്, മോള് പോയി റെസ്റ്റ് എടുക്ക്. ശരി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടന്റെ സ്നേഹം കുറച്ച് ഓവർ ആകുന്നുണ്ട്. സുഭാഷ് പറയുകയാണ്, നീ കുറച്ച് കൂടുന്നുണ്ട്, നിധിയുടെ കയ്യിൽ നിന്നും രക്തം വരുന്നുണ്ട്, നിന്നോട് ആരാടാ പറഞ്ഞത് അവളോട്ട് പോകാൻ? സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ആദ്യം അവളെ പെങ്ങളായിട്ട് കാണുന്നത് നിർത്ത്. ഞാൻ അവളെ പെങ്ങളായിട്ട് കണ്ടാൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ അവളെ അനിയത്തിയായിട്ട് കാണുന്നതും അവള് സുഭാഷ് ഏട്ടനെ ചേട്ടനായിട്ട് കാണുന്നതും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സുഭാഷ് പറയുകയാണ്, നീ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ നിധിക്ക് എന്നെ ചേട്ടാന്ന് വിളിച്ചൂടെ? പോടാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് വീടിന്റെ മുറ്റത്ത് നികേഷ് നിധിയെ സ്കൂട്ടർ പഠിപ്പിക്കുകയാണ്. സുധീഷ് അവരെ തന്നെ നോക്കി നിൽക്കുന്നു. നികേഷ് പറയുകയാണ്, ഞാൻ ഏട്ടത്തിയുടെ പിന്നിലിരിക്കാം, ഇവിടെയുള്ള എല്ലാവരെയും നന്നായി സ്കൂട്ടർ ഓടിച്ചു കാണിക്കണം, ഏട്ടത്തി പേടിക്കണ്ട, ക്യാഷിലായിട്ട് പോയാൽ മതി. സുഭാഷും ഭാസ്കരനും ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുകയാണ്. നികേഷ് പറയുകയാണ്, നമുക്ക് ആ ഗേറ്റ് വരെ പോകാം, പിന്നെ തിരിച്ചു വരാം. നിധി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നികേഷ് പിന്നിലേക്ക് കയറുകയാണ്. സുഭാഷ് പറയുന്നു, നികേഷ് നീ ബാലൻസ് ചെയ്തോണേ. നിധി പതിയെ വണ്ടി ഓടിക്കുകയാണ്. സൂപ്പർ ആയിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് കൈ കൊട്ടുകയാണ്. നികേഷും പുഞ്ചിരിച്ച് കൈ കൊട്ടുന്നു. നിധി സന്തോഷത്തോടുകൂടി അവരെ നോക്കുകയാണ്. ഭാസ്കരൻ തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ? ഭാസ്കരൻ പറയുകയാണ്, നത്തിങ്. നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഇനിയും തനിച്ചു പോയിട്ട് വാ. തനിച്ചു പോകാൻ എനിക്ക് പേടിയാണെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി പോയിട്ട് വാ, ഇങ്ങോട്ട് ഒരു വണ്ടിയും വരില്ല, പതിയെ പോയി പതിയെ തിരിച്ചു വരണം. ധൈര്യമായിട്ട് പോകുന്ന സുഭാഷ് പറയുമ്പോൾ നിധി പതിയെ സ്കൂട്ടർ ഓടിക്കുകയാണ്. നികേഷ് ഉറക്കെ പറയുന്നു, കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കോ ഏട്ടത്തി, ഞാൻ വരണോ? നികേഷിനെ തടങ്ങിയ സുധീഷ് പറയുകയാണ്, ഞാൻ പോകാം. അങ്ങനെ സുധീഷ് നിധി
നിധിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നിധി പറയണ, പ്ലീസ് സുധീഷ്, ദയവ് ചെയ്ത് സുധീഷ് ഒന്ന് പോ, ഞാൻ പതിയെ പഠിച്ചോളാം. ഇത് കേട്ട് വിഷമത്തോടുകൂടി സുധീഷ് വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹരീഷ് ബൈക്കിൽ അവിടേക്ക് വരികയാണ്. നിധി ഞെട്ടി ഹരീഷിനെ നോക്കി സ്കൂട്ടർ നിർത്തുകയാണ്. നികേഷ് ഉറക്കെ ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, സോറി ഏട്ടത്തി, വണ്ടി നന്നായി ഓടിക്കാൻ പഠിച്ചോ? ഏട്ടത്തി മുന്നിൽ പൊയ്ക്കോ, ഞാൻ പിന്നാലെ വരാം. നിധി നികേഷിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന സ്കൂട്ടർ നിർത്തുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഇപ്പം വണ്ടി ഓടിക്കാൻ പഠിച്ചു, വണ്ടി ആടുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. സുഭാഷ് പറയുകയാണ്, ഓടിച്ചോടിച്ച് അത് ശരിയാകും. നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഇപ്പം നേരത്തേനെക്കാട്ടിലും നന്നായി ഓടിക്കുന്നുണ്ട്, ഏട്ടത്തി പെട്ടെന്ന് തന്നെ ഓടിക്കാൻ പഠിക്കും. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എല്ലാവരും പറയുന്നത് തലയാട്ടി കേൾക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെട്ടോണ്ട് വരും. തുടർന്ന് നിധി സ്കൂട്ടറുമായി റോഡിലേക്ക് വരികയാണ്. നികേഷ് റോഡിൽ എങ്ങനെ ഓടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ബൈക്കിൽ അവിടേക്ക് വന്ന ഹരീഷും നിധിയെ സഹായിക്കുകയാണ്. ഹരീഷ് പറയുന്നു, ഏട്ടത്തി ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം പോകാൻ, എതിരെ വരുന്ന വണ്ടികളൊന്നും ശ്രദ്ധിക്കേണ്ട, എന്താന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം, ഏട്ടത്തിയാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. നിധി പറയണ, ഒരുപക്ഷെ എതിരെ വരുന്ന വണ്ടിക്കാരനും ഓടിക്കാൻ അറിയില്ലെങ്കിലോ? ഹരീഷ് പറയണ, ഏട്ടത്തിയുടെ കൂടെ ഞങ്ങളില്ലേ, ഞങ്ങള് സഹായിക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് നിധി വണ്ടി മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ ഒപ്പം പോവുകയാണ് ഹരീഷും. തുടർന്ന് അവിടേക്ക് വന്ന് സുധീഷ് പറയുകയാണ്, എന്താണ് രണ്ടുപേരും കൂടി ചേർന്ന് ട്രെയിനിങ് കൊടുക്കുകയാണോ? നിധി പറയുന്നു, ഞാൻ അവിടെ വരെ ഓടിച്ചു പോയി, അത്രയും ദൂരം ഓടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ തന്നെയാ തിരിച്ചു ഓടിച്ചോണ്ട് വന്നത്, ആരും വണ്ടിയിൽ പിടിച്ചില്ല. സുധീഷ് പറയുകയാണ്, ഇപ്പോഴാണോ അതൊക്കെ ചെയ്തത്? ഞാനായിരുന്നു പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നിധി സ്കൂട്ടറുമായി ഓഫീസിലേക്ക് പോയേനെ. കൊച്ചുകുട്ടികളെ സൈക്കിൾ ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് പോലെയാ ഇവര് പഠിപ്പിക്കുന്നത്. നികേഷ് പറയുകയാണ്, അതെ അതെ, സുധീഷ് ഏട്ടൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഏട്ടത്തെയും കൂട്ടി പോയി തള്ളിയിട്ടതല്ലേ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ പഠിപ്പിക്കാം. നിധി പറയുകയാണ്, അയ്യോ വേണ്ട, അവരെന്നെ പഠിപ്പിച്ചാ മതി. സുധീഷ് പറയുകയാണ്, നിധി ഞാൻ പഠിപ്പിക്കാം, ഹരീഷിന് ഒരുപാട് ജോലിയുള്ളതാ. നിധി പറയുകയാണ്, അത് സാരമില്ല, നികേഷ് ഉണ്ടല്ലോ, ഞാൻ പതിയെ പഠിച്ചോളാം, സുധീഷ് പൊയ്ക്കോ. വിഷമത്തോടുകൂടി സുധീഷ് ചോദിക്കണ, നിധി എന്താ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? ശരി, ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നിധി വണ്ടി ഓടിക്കുക. ഇത് കേട്ട് നിധി വണ്ടി ഓടിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും. തുടർന്ന് സുധീഷ് പറയുകയാണ്, വണ്ടി നന്നായി ആടുന്നുണ്ടല്ലോ, ഇങ്ങനെയാണോ ഇവര് നിധിയെ പഠിപ്പിച്ചത്? നിധി പറയുകയാണ്, സുധീഷ് വരുന്നതിന് മുമ്പേ ഞാൻ നന്നായിട്ടാ വണ്ടി ഓടിച്ചത്, സുധീഷ് വന്നതിന് ശേഷമാ വണ്ടി ഇങ്ങനെ ആടുന്നത്. സുധീഷ് വയ്ക്കോ, ഞാൻ പതിയെ പഠിച്ചോളാം. എന്തെങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് ഹരീഷിനെയും നികേഷിനെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് മനസ്സിൽ പറയുകയാണ്, അവരുടെ അടുത്ത് നിന്ന് പഠിക്കുകയുള്ളൂ, ഞാൻ പഠിപ്പിക്കേണ്ടെന്ന്, ഞാൻ നാണം ഇല്ലാതെ പിന്നാലെ പോവുക, എന്നെ പറഞ്ഞാ മതി. ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി സുധീഷ് ഏട്ടൻ പഠിപ്പിക്കുമായിരുന്നു, സുധീഷ് ഏട്ടൻ നന്നായി പഠിപ്പിക്കും. നിധി പറയുകയാണ്, വേണ്ട, സുധീഷ് എന്നെ ഒരുപാട് കളിയാക്കും, ഇപ്പൊ പോലും എന്നെ കളിയാക്കിയില്ലേ? ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹിച്ചത് തന്നെ സുധീഷ് ഏട്ടനാ, കടയില് വണ്ടി വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് എന്നെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഏട്ടത്തി ഓഫീസിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണുമെന്ന് സുധീഷ് ഏട്ടന് ഒരുപാട് ആഗ്രഹമുണ്ട്. നിധി പറയുകയാണ്, അതെനിക്കറിയാം, സുധീഷ് എനിക്ക് വണ്ടി വാങ്ങിച്ചു തന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, പാവം എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ വാ കുറച്ച് ഓവറാ, നാക്ക് കുറച്ച് കൂടുതലാ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി, പിന്നെ അത് വെച്ച് എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ മാത്രമുള്ളപ്പോൾ ഞാൻ നന്നായിട്ടല്ലേ ഓടിക്കുന്നത്, സുധീഷിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാൻ പറഞ്ഞത്, അല്ലാതെ സുധീഷിനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടോ സുധീഷിനെ മനസ്സിലാകാഞ്ഞിട്ടോ അല്ല. നികേഷ് പറയുന്നു, ഏട്ടത്തി നന്നായി ഓടിക്കാൻ പഠിച്ചിട്ട് സുധീഷ് ഏട്ടന്റെ മുന്നിൽ പോയി ഓടിച്ചു കാണിക്ക്. ഇത് കേട്ട് നിധി മൂളുമ്പോൾ നികേഷും ഹരീഷും നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്